എൻ്റെ പേര് ശ്രുതി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2022 മെയ് 8-നാണ്. ഞാൻ 2021 മുതൽ OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, UK നേഴ്സായി പോകാനുള്ള എക്സാം. പക്ഷേ എത്ര എഴുതിയിട്ടും എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ എക്സാം വളരെ എളുപ്പമാണെങ്കിൽ പോലും മാർക്ക് വരുമ്പോൾ എപ്പോഴും ഫെയിലായിരിക്കും. ജസ്റ്റ് 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് എപ്പോഴും എക്സാം ഞാൻ ഫെയിലാകുമായിരുന്നു. അങ്ങനെ 4 പ്രാവശ്യം OET എക്സാം എഴുതി. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും എക്സാം ജയിക്കുമെന്ന്. അപ്പോൾ ഞാൻ 2022 മെയ് 8 ഇവിടെ വന്നു. ജൂൺ 5 എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചതിന് ഫലമായി ജൂൺ 29 റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിനും UK പോകാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു. എല്ലാ വിഷയത്തിനും B കിട്ടി. അതിന് ഞാൻ അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. അതിനുശേഷം 2022 UK പോകുന്നതിന് മുമ്പായി ഞാനിവിടെ വീണ്ടും വന്നു. ദൈവത്തിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. 1 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡ് പഠിച്ച കോഴ്സ് ആപ്ലിക്കേഷനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തിരുന്നു. ഹസ്ബൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള മെയിൻ ഹോട്ടലുകളെല്ലാം ഇങ്ങനെ CV കൊടുത്തു. ആദ്യത്തെ ഒരു ഹോട്ടലിൽ കൊടുത്തപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തില്ല. രണ്ടാമത്തെ ഹോട്ടലിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ അതിനുശേഷം 1 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ജോബിൻ്റെ ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ പഠിച്ച പ്രൊഫഷൻ തന്നെ ജോലി കിട്ടുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ഞാൻ വന്നത് 2024 ഫെബ്രുവരിയിലാണ് ഈ വർഷം. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ സെപ്റ്റംബറിൽ വീടിൻ്റെ പണി പൂർത്തിയായി വെഞ്ചരിക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എപ്പോഴും കാശുരൂപം കയ്യിൽ പിടിക്കുമായിരുന്നു. എനിക്ക് സ്പീക്കിങ്ങും ഇച്ചിരി ടഫായിരുന്നു, റൈറ്റിങ്ങും ടഫായിരുന്നു. പക്ഷേ ഞാൻ കാശുരൂപം കൈപ്പിടിച്ചായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി അതും ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ UK തന്നെ നിൽക്കുമ്പോൾ ആദ്യം നിന്ന വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് മാറാനുമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട് മാറുക എന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് വീട് മാറുവാനും സാധിച്ചു. അത് ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വീട് മാറാൻ സാധിച്ചു. നല്ലൊരു വീട്ടിലേക്ക് വീട് തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ 4 കാര്യങ്ങൾ എനിക്ക് ദൈവസന്നിധിയിൽ അമ്മ വഴിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥന ശേഷം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും രോഗികൾക്കും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യാറുണ്ട്. ഞാൻ UK അങ്ങനെ നേരിട്ട് വന്ന് സഹായം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എനിക്ക് അറിയാവുന്ന ഇപ്പം നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മമ്മി പറയുന്ന വഴിയായിട്ട് എനിക്ക് പറ്റുന്ന സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും എവിടെ പോയാലും ഞാൻ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, യാത്രയിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ദൈവമാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ചതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മാതാവേ ഒത്തിരി നന്ദി. 75-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും. പ്രിയമുള്ളവരെ, നമ്മളോട് ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ശ്രുതി എന്ന സഹോദരിയാണ്. ഈ സഹോദരിയും ഭർത്താവും വിദേശത്തേക്ക് പോകുവാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും അവിടെ ആയിരിക്കുമ്പോഴും അവിടുത്തെ താമസവും മറ്റുള്ള കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുത്തതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ദൈവമായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഈ സഹോദരി നിൽക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ വയ്ക്കുന്ന ഏതൊരു കാര്യത്തിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത്. പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മളുടെ കഴിവിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവികമായിട്ടുള്ള കൃപ നിറച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൃപ നിറയ്ക്കുന്ന രീതിയിലേക്ക് പരിശുദ്ധ അമ്മ അവനെ കൊണ്ട് എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
കൃപ നിറയ്ക്കുന്ന പ്രക്രിയയാണ് ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. പ്രാർത്ഥനയും ഉപവാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കൂദാശകളിലുള്ള പങ്കാളിത്തവും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ആന്തരികമായിട്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുക. ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണ്, കൃപ സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. ആ ജീവിത രീതിയിലൂടെ ദൈവികമായിട്ടുള്ള കൃപയിൽ നിലകൊള്ളുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.